ഹലോ വെൽക്കം ബാക്ക് ടു നസീസ് ടേസ്റ്റി മീൻസ്. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ അടുക്കളയിലുള്ള കുറഞ്ഞ ചേരുവകൾ വെച്ച് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നമ്മുടെ മലബാർ സ്പെഷ്യൽ സ്നാക്കായിട്ടുള്ള കടലക്കപ്പോളയുടെ റെസിപ്പി നോക്കാം. ഇതിന് കടലപ്പരിപ്പ് പോള, കടലപ്പത്തിരി, പരിപ്പ് കേക്ക്, പരിപ്പ് പോള എന്നൊക്കെ പറയാറുണ്ട്. ഇഫ്താറിനൊക്കെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന, അതുപോലെ ഓയിലൊന്നും യൂസ് ചെയ്യാതെ എന്തെങ്കിലും ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഈസി റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ കടലപ്പരിപ്പ് പോളയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കടലപ്പരിപ്പ് കുതിരാനായിട്ടൊന്ന് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1/3 കപ്പ്, അതായത് 4 ടേബിൾ സ്പൂണോളം കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഒരിക്കലും സാമ്പാർ പരിപ്പല്ല എടുക്കേണ്ടത്, കടലപ്പരിപ്പ് തന്നെ എടുക്കുക. അത് ഒരു ബൗളിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ആദ്യം ഇത് നല്ലപോലെ വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം. 2-3 തവണ വാഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നല്ല വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് ഒരു 3 മണിക്കൂർ കുതിരാനായിട്ട് വെക്കാം. അപ്പോൾ ഞാനിവിടെ വാഷ് ചെയ്ത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ഒരു 3 മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു കുക്കറിലോട്ട് നമുക്ക് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അതിലോട്ട് 1/2 കപ്പ് വെള്ളവും 2 നുള്ള ഉപ്പും കൂടെ ചേർത്ത് അടച്ച് വെച്ച് ഒരു വിസിൽ വരെ കുക്ക് ചെയ്തെടുക്കാം. ഒരു വിസിൽ വന്നതിന് ശേഷം 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് വിസിൽ കളഞ്ഞ് ഓപ്പൺ ആക്കാവുന്നതാണ്. ഇതാ ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ കടലപ്പരിപ്പ് വേവിച്ചെടുക്കാനായിട്ട്. അതായത് വെന്തുടഞ്ഞ് പോകാൻ പാടില്ല. അതുപോലെ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്നുടഞ്ഞ് വരികയും വേണം. നമ്മൾ 5 മുട്ടയിലാണ് ഈ ഒരു പോള തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്ത് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരച്ചെടുക്കാം. ആദ്യം നമുക്ക് പഞ്ചസാരയും അതുപോലെ ഏലക്കയും ഒന്ന് അടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 1/3 കപ്പോളം പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ടൊരു 4 ഏലക്ക ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആദ്യം ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് പൊടിച്ചെടുത്താൽ ആ ഏലക്ക നല്ല പോലെ ഒന്ന് പൊടിഞ്ഞ് കിട്ടുകയും അതിൻ്റെ ടേസ്റ്റ് നമ്മുടെ പോളയിൽ കിട്ടുകയും ചെയ്യും കേട്ടോ. ഏലക്കക്ക് പകരം വാനില എസൻസാണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് എല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ഇനി നമുക്ക് നമ്മുടെ കടലപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. വേവിച്ചെടുത്തിട്ടുള്ള കടലപ്പരിപ്പ് നല്ലപോലെ സ്ട്രെയിനറിലിട്ടിട്ട് വെള്ളമൊക്കെ കളഞ്ഞെടുത്തതാണ്. അതും കൂടെ ഇതാ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കടലപ്പരിപ്പ് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു 1/2 കപ്പ് മിൽക്ക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി ഭാഗം ആദ്യം ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അരിച്ചെടുക്കാം. അങ്ങനെ അരിച്ചെടുക്കുകയാണെങ്കിൽ നല്ലോണം നമുക്ക് ഈ ഒരു കടലപ്പരിപ്പ് അടിച്ചെടുക്കാൻ സാധിക്കും. ഇനി നമുക്ക് നമ്മുടെ 5 കോഴിമുട്ടയും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതും കൂടെ നമുക്ക് നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഒരുപാട് ലൂസും അല്ല, അതുപോലെ നല്ല ടൈറ്റും അല്ല നമ്മുടെ ബാറ്റർ. ഇനി നമുക്ക് ഇതിലോട്ട് 2 ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ചേർക്കുന്നില്ല എങ്കിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര തന്നെ ചേർത്ത് കൊടുക്കുക. മിൽക്ക് മെയ്ഡ് ചേർക്കുന്നതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര നേരത്തെ കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നത്. മിൽക്ക് മെയ്ഡ് ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ്. പഞ്ചസാരയ്ക്ക് പകരം മുഴുവനായിട്ടും മിൽക്ക് മെയ്ഡ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള പാലും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അധികം ലൂസാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ പാല് ചേർത്ത് കൊടുക്കേണ്ടതില്ല. 2 നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക, മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അടിച്ചെടുക്കാം. ഇനി നമുക്ക് പോള തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാനിലോട്ട് 1 ടീസ്പൂൺ ഗീ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ശേഷം നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ബാറ്റർ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് മുകളിൽ നല്ല ക്ലീനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. 5 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്ക് ഒരു തവ ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ ഒരു പാന് വെച്ച് കൊടുക്കാം. ശേഷം ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓപ്പൺ ആക്കിയിട്ട് ഇതുപോലെ നട്ട്സ് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് വറുത്തെടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. പിന്നെ ഒരു ഭംഗിക്കും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റുമാണ്. കറക്റ്റ് അരമണിക്കൂറാണ് നമ്മൾ ഈ ഒരു പോള തയ്യാറാക്കിയെടുക്കാൻ എടുത്തിട്ടുള്ള സമയം. പിന്നെ പാത്രത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ചിലപ്പോൾ സമയത്തിൽ മാറ്റം വരാം. അതുപോലൊരു ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് കുത്തി നോക്കിയാൽ അത് ക്ലീൻ ആണെന്നെങ്കിൽ നമ്മുടെ പോള കറക്റ്റ് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഡിമോൾഡ് ചെയ്തപ്പോൾ ബാക്കൊക്കെ നല്ല പോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഒട്ടും കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. ഇതുപോലെ അടിയിലൊരു
തവ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ പോള തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇത് നല്ല ചൂടോടെയും അതുപോലെ തണുപ്പിച്ചും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. ചായൻ്റെ കൂടെ ആണെങ്കിലും ഇഫ്താറിനൊക്കെ ആണെങ്കിലും ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ്. നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ സ്നാക്ക് ഉണ്ടാക്കാറുണ്ടോ? നമ്മുടെ കോഴിക്കോട്ടുകാർ ചില്ലുകൂട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു പലഹാരം കൂടിയാണിത്. അതുപോലെ വിരുന്നുകാരൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കുന്ന ഒരു പലഹാരം കൂടിയാണ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പേര് പറയാമെന്നും കൂടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഇനിയും ഇതുപോലുള്ള ഈസി ആൻഡ് ഹെൽത്തി റെസിപ്പീസുമായിട്ട് കാണാം. അതുവരേക്കും ഇൻഷാല്ലാ ബൈ ഫ്രം നസീസ് ടേസ്റ്റി മീൻസ്.